ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞ് നിങ്ങളിപ്പോൾ സ്കൂളിലേക്ക് എത്തിയിട്ട് പുതിയ ഓരോരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ നമ്മൾ വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 7ാം ക്ലാസ്സിൽ നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിനേക്കാളും അതുപോലെ തന്നെ നിങ്ങളുടെ ആനുവൽ എക്സാമിനേക്കാളും എന്താണ്, യെസ്, ഇനി ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന നമ്മുടെ USS എക്സാം തന്നെയാണ്. നമുക്കറിയാം ആനുവൽ എക്സാമും അതേപോലെ തന്നെ ക്രിസ്മസ് എക്സാമും നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത്. പക്ഷെ USS എക്സാമിന് നമ്മൾ സെലക്റ്റീവ് ആയിട്ട് കുറച്ച് മക്കൾ മാത്രം എന്ത് ചെയ്യാണ്, യെസ്, കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. സോ ഇന്ന് നമ്മളിപ്പോൾ ബോർഡിൽ ജസ്റ്റ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി നിങ്ങളെ USS എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ലെവൽ ചോദ്യമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. a⁻m into a⁻n is equal to a⁻m plus n. ഈ ഒരു പാറ്റേൺ ഏത് രീതിയിൽ വരും, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസുകൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ഓരോ ക്ലാസ്സുകളായിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ അടുത്തത് എന്താണ്, അതിന്റെ ഡിവിഷൻ ആണ് കേട്ടോ. a⁻m by a⁻n എന്ന് പറഞ്ഞാൽ a⁻m minus n ആണ്. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഇപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ജസ്റ്റ് വേറെ ഒന്നുമില്ല, നമുക്ക് ഇവിടെ താഴെ കാണുന്ന നമ്പർ a ആണല്ലേ, സെയിം നമ്പർ ആണ്. അതിന്റെ പവർ ആയിട്ട് വരുന്ന നമ്പർ ഡിഫറെന്റ് ആണ്. അത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഒന്നും നോക്കാനില്ല. ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 2⁵ into 2⁵2 ഇതാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 എന്ത് ചെയ്യാണ്, കോമൺ ആയിട്ട് വരും. മുകളിലുള്ള പവേഴ്സുകൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടി വരും. സോ അതെന്ത് വരും, 2�7 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇതേപോലെ തന്നെയാണ് ഡിവിഷൻ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പൊ ബോർഡിൽ കാണുന്ന ചോദ്യമാണ്. അപ്പൊ ഈ ബോർഡിൽ കാണുന്ന ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഡിവിഷനും ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേഷന് പകരം അഡിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, അഡിഷൻ. സോ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള ഒരു സ്റ്റാർട്ടിങ് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ പറയണം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിലെ ന്യൂമറേറ്റർ കണ്ടില്ലേ, മുകളിലുള്ള അംശങ്ങളിൽ കാണുന്ന നമ്പേഴ്സ് എന്താണെടാ, 5⁻100 നിങ്ങൾ എത്ര തവണ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, 5 times, 5 തവണ ആഡ് ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 5⁻100 പ്ലസ് 5⁻100 പ്ലസ് ഇങ്ങനെ 5 തവണ കൂട്ടുന്നതിന് പകരം നിങ്ങൾ എളുപ്പത്തിൽ എന്ത് ചെയ്താൽ മതി, 5⁻100നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, പോരെ. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, യെസ്, 5⁻100നെ 5 കൊണ്ട് എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്തു. എടാ, വെറും 5 എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ എന്തായിട്ട് വരും, യെസ്, 1 ആയിട്ട് വരും. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ താഴെയുള്ള ഡിനോമിനേറ്റർ ആയിട്ടുള്ള 5⁻100 ഞാൻ അങ്ങനെ തന്നെ എഴുതി. സോ ഇപ്പൊ നമ്മളുടെ ആൻസറിൽ എന്തുമാത്രമായി, 5⁻100 into 5⁻1. ഇത് ശരിക്കും a⁻m into a⁻n എന്നുള്ള ഫോമിലേക്ക് മാറി. സോ എന്റെ കുട്ടികള് ഇതിൽ നിന്ന് ആൻസറിലെത്താൻ വളരെ എളുപ്പമാണ്. ഇനി ഒരൊറ്റ സ്റ്റെപ്പിലൂടെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ ഇത് പറയാൻ മാത്രമല്ല ഞാൻ വന്നിട്ടുള്ളത്, നമ്മളുടെ അവഞ്ചേഴ്സ് ബാച്ച് അല്ലെ, നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുള്ള നമ്മളുടെ 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള സൈലത്തിന്റെ സ്വന്തം അവഞ്ചേഴ്സ് ബാച്ചിൽ ഇപ്പൊ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓണം എക്സാം എഴുതിയതിനു ശേഷം എന്റെ മക്കള് ക്രിസ്മസ് എക്സാമിലേക്കും ആനുവൽ എക്സാമിലേക്കും ഒക്കെ പഠിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. സോ എല്ലാ ചാപ്റ്റേഴ്സുകളും അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളും എല്ലാം അടിപൊളിയായിട്ട് ഇനി വരാൻ പോകുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും നമ്മൾ താഴെ കാണുന്ന സ്ക്രോളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. സോ താഴെ കാണുന്ന സ്ക്രോളിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവഞ്ചേഴ്സ് ബാച്ചിന്റെ ഡീറ്റെയിൽസുകളെല്ലാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ ആരും സമയം കളയരുത്. നമ്മൾ USS എക്സാമും അതുപോലെ തന്നെ നമ്മുടെ ആനുവൽ എക്സാമും നമുക്ക് സെറ്റ് ആക്കിയിട്ട് ഈ ഒരു വർഷം കളറാക്കി മാറ്റണം. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് വരിക. നമുക്ക് അവിടെ വെച്ച് കാണാം. ബൈ ബൈ.